നമസ്കാരം. സുരേഷ് ഗോപിയുടെ സമയം വളരെ മോശമാണ്. ഓട്ടുകുഴിയിൽ വീണതിന് പിന്നാലെ ഇന്നിപ്പോ കോതമംഗലത്ത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത സോന എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ കൂടി പോയി. അവിടെ ചെന്ന് വണ്ടിയും കൂടി ചെളിയിൽ പുതഞ്ഞു. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഈ മോങ്ങായിരുന്ന പട്ടിയുടെ തലയെ തേങ്ങ വീണു എന്ന് പറയുന്ന പോലെ ഒരു വിവാദത്തിൽ നിന്ന് എസ്കേപ്പ് അടിച്ച് മറ്റൊരിടത്ത് പോയി അവിടെ ഞാൻ സ്കോർ ചെയ്യാൻ പരിശ്രമിക്കുമ്പോഴാണ് നാട്ടുകാർ ഒടുവിൽ തള്ളൽ വിദഗ്ധന്റെ വണ്ടിയെ തള്ളി തള്ളി എടുത്തു കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയത്. ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. നാട്ടിൽ കിടക്കുന്ന ക്ഷേത്രങ്ങൾ മുഴുവൻ പോയിട്ട് എന്ത് ഫലം? ഒരു ദൈവം പോലും സഹായിക്കാനില്ല. ആ നാട്ടിലെ ജനങ്ങളില്ലേ എന്നെങ്കിൽ ഇന്നിപ്പോ ചെളി കിടന്ന് പുതഞ്ഞു തള്ളി നാണം കെടുന്ന ഒരു അവസ്ഥയെത്തി. പക്ഷെ ഈ നാട്ടിലെ മനുഷ്യർ, ഏത് മനുഷ്യർ? ഇവർ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ ഉള്ളത് കൊണ്ട് ആ ചെളിക്കുഴിയിൽ നിന്ന് കരകയറി. ഇവിടെ കള്ളവോട്ട് കുഴിയിൽപ്പെട്ട അദ്ദേഹം ഉരുണ്ട് മറിഞ്ഞ് ആകെ നാറി നിൽക്കുന്ന സന്ദർഭത്തിലാണ് വണ്ടി കൂടി ചെളിക്കുഴിയിൽ വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ദൈവം പോലും പണി കൊടുക്കുന്നു എന്ന് മനസ്സിലായില്ലേ? ഇത്രയും വലിയൊരു വിശ്വാസിയും ഇത്രയും വലിയ നന്മ മരമായിട്ടുള്ള വ്യക്തി എവിടെ കാലെടുത്ത് വെച്ചാലും അവിടെയെല്ലാം ശനി ദശ എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ കള്ളത്തരമാണ്. അതിനെ ഒരു പരിധിക്കപ്പുറം ഒരു ദൈവവും സംരക്ഷിക്കാൻ പോകുന്നില്ല. ചെയ്യുന്ന പ്രവൃത്തി ദുരുദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. അതിന്റെ ദുസൂചന അവിടെ വച്ച് തന്നെ ഈ വിശ്വാസികളായിട്ടുള്ളവർക്ക് ഓരോ സംഭവമായിട്ട് ദൈവം തന്നെ കാട്ടിക്കൊടുക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് എന്ത് ചെയ്താലും അവിടെയെല്ലാം ഇതുപോലുള്ള ദുശകരമുണ്ടെങ്കിൽ വിശ്വാസിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് പിന്നെ കൂടുതൽ വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപശകുനം, അത് നാട്ടുകാർക്കുള്ള സൈനാണ്. വന്നിരിക്കുന്നത് യൂദാസാണ്, നിങ്ങളെ ഒറ്റുകൊടുക്കാൻ വന്നവരാണ് എന്നതിന്റെ തെളിവാണ്. അത് നിങ്ങളെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ വന്നൊരു സന്ദർശനം നടത്തി ആ വിഷയത്തിൽ രണ്ട് മതവിഭാഗക്കാരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ കർത്താവിന് പോലും അത് സഹിച്ചില്ല എന്നതിന്റെ തെളിവാണ് ആ വണ്ടി അവിടെ പൂഴ്ത്തിക്കളഞ്ഞു എന്ന് പറയുന്നത്. എന്തായാലും നാട്ടുകാർക്കും വിശ്വാസികൾക്കും ഇതൊക്കെ കണ്ട് തിരിച്ചറിയാവുന്നതാണ്. ചെയ്ത പ്രവർത്തനങ്ങൾ, അതായത് കന്യാസ്ത്രീമാർക്ക് അടികിട്ടിയ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ അവരെ പിടിച്ച് ജയിലിൽ അടച്ചപ്പോ ഒരക്ഷരം ഉരിയാടാതെ ഏതോ ഒരു മാളത്തിൽ പോയിരുന്ന വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം കള്ളവോട്ടിന്റെ കേന്ദ്രമായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുമ്പോഴും തൃശ്ശൂര് പല ജില്ലകളിൽ നിന്നും ആൾക്കാരെ കൂട്ടത്തോടെ കൊണ്ടുവന്ന് കള്ളവോട്ട് ചെയ്യിച്ചു എന്ന വിവരങ്ങൾ വരി വരിയായി പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്: ചെയ്തു തന്ന എല്ലാത്തിനും നന്ദി. അതുപോലെയാണ് ഇപ്പോ തിരിച്ചദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഈ നാട്ടുകാരെ പറ്റിച്ചതിന് എല്ലാത്തിനുമുള്ള പണികൾ ദാ വന്നു തുടങ്ങിയിരിക്കുന്നു. ഭക്തൻ എന്ന കപടതയ്ക്കകത്തിരുന്നു കൊണ്ട് ഈ നാട്ടിൽ എന്ത് ചട്ടത്തരം ചെയ്താലും ദൈവം രക്ഷിക്കുമെന്ന് പറയുന്നിടത്ത് ദേ നോക്കിയേ, ദൈവം പോലും ഇല്ല രക്ഷിക്കാൻ ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ. ഇത് എല്ലാ കപട ഭക്തന്മാർക്കുമുള്ള ഒരു കൃത്യമായ സന്ദേശമാണ്. അടിമുടി കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി നിൽക്കുന്ന വ്യക്തി, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഒരക്ഷരം പോലും വായ തുറക്കാതെ ഒളിച്ചു നടന്ന വ്യക്തി, ഇങ്ങ് നാട്ടിൽ വന്നതിന് ശേഷം തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളും ആരോപണങ്ങളെയും മറികടക്കാൻ മറ്റു ചില വീടുകളിൽ പോയി വർഗീയത ഉണർത്തി വിട്ടുകൊണ്ട് അതിൽ നിന്ന് തടിയൂരാൻ ശ്രമിക്കുമ്പോൾ അതിനോട് കർത്താവ് പോലും പൊറുക്കാത്ത സാഹചര്യമുണ്ട് എന്നതിന്റെ തെളിവാണ് നിങ്ങൾ അവിടെ കണ്ടത്. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത്, ഗോപിയെ സംബന്ധിക്കുന്നിടത്തോളം സമയം വലിയ പ്രശ്നമാണ്. ചിലപ്പോ കൊണ്ടേ പോകുള്ളൂ. കാര്യം അമ്മാതിരി വിഷപ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയെ ദൈവം തന്നെ തിരിച്ച് പരീക്ഷിച്ച് തുടങ്ങിയിരിക്കുന്നു. അതിന്റെ പണികളെല്ലാം ദൈവം വാരിക്കോരി കൊടുക്കുന്നു എന്നതിന്റെ തെളിവാണ് ആ കാറ് ചെളി പുതഞ്ഞു പോയ ഗതികേടിലേക്ക് വന്നത്. ഒരു കേന്ദ്രമന്ത്രിമാർക്കും വരാത്ത ഒരു ഗതികേടും നാട്ടുകാരുടെ മുന്നിൽ തള്ളൽ വിദഗ്ധന് ഒന്ന് ഇറങ്ങി തള്ളാൻ പോലും പറ്റാതെ കാറിനകത്തിരുന്ന് ഉരുകേണ്ട ഗതികേട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് കൊടുത്ത പണി എന്നല്ലാതെ മറ്റെന്തു പറയാൻ.